വി ഡി സതീശൻ്റെ ഭരണം ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് വിവാദങ്ങളുടെ അല്ലെങ്കിൽ ആക്ഷേപങ്ങളുടെ അല്ലെങ്കിൽ ക്രമക്കേടുകളുടെ അതുമല്ലെങ്കിൽ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ ഒരു പെരുമഴക്കാലം തന്നെ ഉണ്ടായി. അപ്പോൾ ചക്രവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യു എന്ന നിലയിൽ എത്രത്തോളം വി ഡി സതീശന് മുന്നോട്ട് പോകാൻ ആവും? ആത്യന്തികമായി മഹാഭാരതത്തിലെ അഭിമന്യു പത്മവ്യൂഹത്തിൻ്റെ മധ്യത്തിൽ പെട്ടുപോയി ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ സതീശൻ കാട്ടുന്ന ഒരു വൈഭവം, അത് മാത്രമല്ല എങ്ങനെയാണ് ഈ സതീശനെതിരെയും ഗവൺമെൻറ്റിനെതിരെയും ഉള്ള ആരോപണങ്ങളെ കൃത്യമായി എങ്ങനെ തിരിച്ച് പ്രതിപക്ഷത്തിന് നേരെ തന്നെ വെക്കാം. മുഖ്യമന്ത്രിയുടെ തന്നെ വാക്കുകൾ പറഞ്ഞാൽ ഒരു വിരൽ തൻ്റെ നേരെ ചൂണ്ടുമ്പോൾ നാലും ചൂണ്ടുന്നവൻ്റെ നേരെ തന്നെയാണ് എന്ന ഓർമ്മ വേണം എന്ന പ്രയോഗത്തിലൂടെ ഇതെല്ലാം തന്നെ വ്യക്തമാകും. 2-3 വിഷയങ്ങൾ ഇവിടെ തെരഞ്ഞുപിടിച്ച് ഒരു പ്രതീകാത്മകമായി സതീശനെ ഒരു വിലയിരുത്തൽ, ഏർലി വിലയിരുത്തലാണ്, ഒരു മാസം കഴിഞ്ഞുള്ള വിലയിരുത്തൽ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരിക്കൽ സതീശൻ്റെ ഈ അതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊന്ന് വിലയിരുത്തി. ഇത് ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സാണ്. പ്രത്യേകിച്ച് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ നടത്തിയ പത്രസമ്മേളനങ്ങളിൽ ഒരു പ്രതിരോധം എന്നതിനേക്കാൾ ഒരു ആക്രമണ മൂഡിലായിരുന്നു വി ഡി സതീശൻ. ഇടതുപക്ഷത്തിൻ്റെ പിണറായി വിജയൻ്റെ പൂർണ്ണമായ അറിവോടുകൂടിയാണ് MSCക്ക്, അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് അദനി ഗ്രൂപ്പ് ഓഹരി കൈമാറിയത് എന്ന് സ്ഥാപിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു വി ഡി സതീശൻ. അതിനുവേണ്ടി ഉപയോഗിച്ച ചില പത്രങ്ങളുടെ പേരുകൾ അത് ശരിയായിരുന്നു എങ്കിലും അതിൻ്റെ സീക്വൻസിങ് അത്ര ശരിയായില്ല എന്ന് പറയാം. ജൂൺ മാസം 5-ാം തീയതി ദേശാഭിമാനി പത്രത്തിൽ വളരെ അഭിമാനപൂർവ്വം പറയുകയാണ്, MSCക്ക് ഒരു ടെർമിനൽ ഉണ്ടാകും വിഴിഞ്ഞത്ത്. അതൊരു വികസന നേട്ടമാണ്, പിണറായി വിജയൻ്റെ തൊപ്പിയിലെ കിരീടത്തിലെ ഒരു പൊൻതൂവൽ കൂടിയാണ് എന്ന മട്ടിൽ അഭിമാനകരമായി ദേശാഭിമാനി എന്ന പാർട്ടി പത്രം അവതരിപ്പിക്കുകയാണ്. അത് CPM അറിയാവുന്നത് കൊണ്ടാണല്ലോ, പ്രയർ ഇൻഫർമേഷൻ ഉള്ളത് കൊണ്ടാണല്ലോ അവർക്ക് അന്നേ അറിയാമായിരുന്നു ഈ ഓഹരി കച്ചവടം നടക്കും എന്ന്. ഇത് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചാണ് പുലിവാല് പിടിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വാർത്ത കൊണ്ടുവന്നത് ദേശാഭിമാനിയല്ല. ഒന്നുകൂടെ ആലോചിക്കുമ്പോൾ മനസ്സിലാകും, ആദ്യം ആ വാർത്ത പ്രസിദ്ധീകരിച്ചത് ഇക്കണോമിക് ടൈംസിലാണ്, ചെറിയ റിപ്പോർട്ട് എന്ന രൂപത്തിലാണ്. പിന്നീടാണ് മാതൃഭൂമി 2 ദിവസം കഴിഞ്ഞപ്പോൾ 1-ാം തീയതി, അതായത് ജൂൺ മാസം 1-ാം തീയതി ഇക്കണോമിക് ടൈംസിൽ വരുന്നു. ജൂൺ മാസം 3-ാം തീയതി മാതൃഭൂമി ഓൺലൈനിൽ ഇതേ വാർത്ത വരുന്നു. അദനി MSC ഗ്രൂപ്പിന് ഓഹരി കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നു. ശതമാനക്കണക്കിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇത്ര 49% എന്നത് ഒഴിവാക്കി കൃത്യമായി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള എല്ലാ വിവരങ്ങളും മുൻകൂട്ടി തന്നെ അന്നേ പറയുകയാണ്. അപ്പോൾ പബ്ലിക് ഡൊമൈനിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ദേശാഭിമാനി അവരുടെ തിരുവനന്തപുരം എഡിഷനിൽ മാത്രമായി ഒരു വാർത്ത വരികയാണ്. അപ്പോൾ അതിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു രീതി എടുത്തുകൊണ്ട് വി ഡി സതീശൻ പറയുന്നു, ഇടതുപക്ഷത്തിൻ്റെ അറിവ്, സമ്മതം, ഒത്താശ ഓടുകൂടി തന്നെയാണ് ഈ കൈമാറ്റം. അതുകൊണ്ട് തൻ്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് കാര്യമില്ല. തൻ്റെ മംഗലാപുരം സന്ദർശനം ഇതുമായി അദനിയുടെ ആരെങ്കിലും വേണ്ടപ്പെട്ടവരുമായി കൂടിക്കാഴ്ച നടത്താൻ വേണ്ടി അല്ല താൻ പോയത്, താൻ ഒരു സ്വകാര്യ സന്ദർശനമാണ് നടത്തിയത്. ആ സന്ദർശനത്തിൻ്റെ പ്രധാന കാര്യം അദ്ദേഹം പുറത്ത് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, പ്രേക്ഷകർക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോളൂ. അത് ആര്യാടൻ മുഹമ്മദിൻ്റെ ഒരു ബന്ധുവിനെ കാണാനാണ് ഒരു ചാർട്ടേഡ് വിമാനത്തിൽ 25 ലക്ഷത്തോളം രൂപ മുടക്കി ചാർട്ടേഡ് വിമാനത്തിൽ പോയത്. ഈ 25 ലക്ഷം രൂപയുടെ ബില്ല് ആര് കൊടുത്തു? എന്തായിരുന്നു ആ അർജൻസി? അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് തന്നെ മെയ് മാസം 1-ാം തീയതി തിരക്കിട്ട് അർദ്ധരാത്രിയിൽ അല്ലെങ്കിൽ വെളുപ്പാൻ കാലത്ത് അങ്ങനെ ഒരു യാത്രയുടെ ആവശ്യം എന്തായിരുന്നു എന്നത് ഒരുപാട് നിഗൂഢതകളാണ്. അപ്പം വേണമെങ്കിൽ പ്രതിപക്ഷം കൊണ്ടുവരുന്ന ആരോപണം ഇങ്ങനെയാണ്, വി ഡി സതീശൻ അദനിയുടെ സ്കീം ഓഫ് തിങ്സിൻ്റെ കേരളത്തിലെ ഭാഗമാണ്. അദനിക്ക് വേണ്ടി ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഈ സതീശൻ നേതൃത്വം കൊടുക്കുന്ന ഒരു വിഭാഗമാണ്. അങ്ങനെ ഒരു വിഭാഗമുണ്ട് എന്നത് പുതിയ അറിവാണ്. അങ്ങനെ വിഭാഗം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. സതീശൻ ഒരു വ്യക്തിയാണ്. സതീശനെ പൊതുവെ കോൺഗ്രസ്സുകാർ പിന്തുണയ്ക്കുന്നു. എന്നാൽ സതീശനെതിരെ നിൽക്കുന്ന ഹൈക്കമാൻഡ് കൾച്ചർ എന്നൊക്കെ പറയുന്ന ഒരു പക്ഷേ KC വേണുഗോപാൽ ആയിരിക്കും അവരുദ്ദേശിക്കുന്നത്. നാഴികയ്ക്ക് 40 വട്ടം അംബാനിയെയും അദനിയെയും വിമർശിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഒരു ഗവൺമെൻറ്, UDFൻ്റെ ഒരു ഗവൺമെൻറ്
ആദനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജാഗ്രതാപൂർവമായ നിലപാടെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് കേരളം ഭരിക്കുന്നത് BJP അല്ല എന്നോർക്കണം. ഇത് ഭാഗികമായി സതീശനുള്ളൊരു താക്കീതാണ്. അപ്പം അവിടെയും ഈ പത്മവ്യൂഹത്തിൽ അമ്പുകൾ ഏൽക്കുന്നത് LDFിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല, മറിച്ച് UDFിൻ്റെ തന്നെ സ്വന്തം കക്ഷിയുടെ തന്നെ നേതാക്കളിൽ നിന്നും ഉളി അമ്പുകൾ ഏൽക്കുന്നുണ്ട് VD സതീശന്. അപ്പം ഇത് പുഷ്പം പോലെ ഊരി വരാനൊന്നും കഴിയുന്നില്ല. പക്ഷേ അദ്ദേഹം എപ്പോഴും വലിയ മെയ്വഴക്കം പത്രസമ്മേളനങ്ങൾ ഉൾപ്പെടെ ഈ പിണറായി വിജയൻ എടുത്തിരുന്നൊരു നിലപാടല്ല അദ്ദേഹം എടുക്കുന്നത്. കൃത്യമായി ഉത്തരങ്ങൾ നൽകാൻ ശ്രമിക്കുന്നുണ്ട്. ചിലതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കലി തെറ്റാണ്. അപ്പോൾ വിഴിഞ്ഞ വിഷയത്തിൽ ഇനിയുള്ള നാളുകളിൽ കൂടുതൽ ആരോപണങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങൾ: ഒന്ന്, സംസ്ഥാന താൽപ്പര്യം സംരക്ഷിക്കാൻ കഴിഞ്ഞോ? രണ്ട്, ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് MSCക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയാണ്. അവർക്ക് എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഒറിജിനൽ എഗ്രിമെൻറ്റിൻ്റെ അന്തസത്തയ്ക്ക് വിരുദ്ധമാണ്. അതിനിടെ ഓഹരി കൈമാറ്റം ചെയ്യരുത് എന്ന് സതീശൻ പറഞ്ഞിട്ടില്ല. അതിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടെ മാത്രമേ അത് സംഭവിക്കൂ. അല്ലാതെ അതിന് 49% ഓഹരി MSCക്ക് കൈമാറരുത് എന്നും അത് തങ്ങൾ അനുവദിക്കില്ല എന്നും പറയുന്നില്ല. സബ്ജക്റ്റ് ടു റാറ്റിഫിക്കേഷൻ. പക്ഷേ ഈ റാറ്റിഫിക്കേഷൻ ആണോ വേണ്ടത്? മുൻകൂർ അനുമതി വേണ്ടതല്ലേ? ഒറിജിനൽ ധാരണാപത്രത്തിൽ മുൻകൂർ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയോടുകൂടി മാത്രമേ പരമാവധി കൈമാറാനാവുന്ന 25% ഓഹരികൾ മാത്രമാണ്. അപ്പം മുൻകൂർ അനുമതി ഇല്ലായിരുന്നു. ഇത് 29-ാം തീയതി, അതായത് ജൂൺ മാസം 29-ാം തീയതി ഈ വിഷയം വെളിയിൽ വരികയാണ്. ധാരണ ഇതൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞു. MSCയും അതിനെയും തമ്മിൽ എഗ്രിമെൻ്റ് ആയി കഴിഞ്ഞു. ആ എഗ്രിമെൻ്റ് സെബിയെ അറിയിച്ച വിവരമാണ് ഇപ്പോൾ പുറത്തറിഞ്ഞത്. അപ്പോൾ മാത്രം അറിയേണ്ടതാണോ ഗവൺമെൻറ് ഓഫ് കേരള? ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് വേണമെങ്കിൽ പറയാം, MD തങ്ങളുടെ MD ആയിരുന്നില്ലല്ലോ, തങ്ങൾ നിയമിച്ച MD 11-ാം തീയതിക്കാണല്ലോ നിയമിച്ചത്, അതിന് മുൻപ് തന്നെ ഇത് ധാരണയായതാണല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ MDയെ മാറ്റിയത് പോലും വലിയ വിവാദത്തിൽ എത്തിയതാണ്. ഈ ശബരിനാഥൻ്റെ ഭാര്യ ദിവ്യ S. അയ്യർ ആയിരുന്നല്ലോ MD. അപ്പം അത് മാറ്റി പുതിയ MD UDFന് സ്വീകാര്യമായ ഒരു MDയെ അവിടെ കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ കയ്യിൽ നിൽക്കേണ്ടതല്ലേ? ഇത് എങ്ങനെയോ നിഗൂഢതകൾ, അത് പത്രലേഖകർ, പത്രപ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമലോകം പുറത്തു കൊണ്ടുവരുമ്പോൾ അതിന് മറുപടി പറയേണ്ട ആളാണോ മുഖ്യമന്ത്രി? അതോ ഒരു കാര്യം നടക്കുമ്പോൾ കൃത്യമായ അറിവ് മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ പറയാം, നേരിട്ട് പത്രസമ്മേളനം വിളിച്ചുകൂടി തന്നെ പറയാം, ഇങ്ങനെ ചില നീക്കങ്ങൾ ആദനിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ചില നീക്കങ്ങൾ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് ആദ്യം പറയാനുള്ള ഇൻ്റലിജൻസ് ഇൻപുട്ട് ലഭിക്കാവുന്ന വ്യക്തിയാണ് ശ്രീ VD സതീശൻ. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം മുൻകൂട്ടി ഒരു പ്രവാചക ദൗത്യത്തോടുകൂടി, ഒരു പ്രവാചക ശബ്ദത്തോടുകൂടി മുൻകൂട്ടി പറഞ്ഞില്ല എന്ന ആരോപണം ഉണ്ടാകാം. സ്വാഭാവികമായി ഇപ്പോൾ അത് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഭംഗിയായി ഡിഫെൻഡ് ചെയ്യുന്നു. അത് ശരിയാണ്. സതീശൻ്റെ കൈകൾ ഇതിനകത്ത് പങ്കിലമാണ് എന്ന് തെളിയിക്കാൻ യാതൊന്നും തന്നെയില്ല. പക്ഷേ ഇവിടെ നിഗൂഢത ആരോപിച്ചാൽ അത് പൂർണ്ണമായി അസ്ഥാനത്തല്ല എന്നുകൂടി അറിയാം. എവിടെയോ എന്തോ സംതിങ് ഈസ് റോട്ടൺ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ആംസ്റ്റർഡാം എന്ന് പറയുന്നത് എവിടെയോ എന്തോ ചീഞ്ഞു നാറുന്നു എന്ന മട്ടിലാണ് ഇപ്പോൾ വിഴിഞ്ഞത്തെ കാര്യങ്ങൾ. രണ്ട്, ദുരന്തവുമായി ബന്ധപ്പെട്ട് VD സതീശൻ തൻ്റെ ഭരണകാലത്തെ ആദ്യത്തെ മേജർ പ്രകൃതി ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ച ആ ഒരു ദുരന്തം. ഇപ്പം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അല്ലെങ്കിൽ സിവിൽ അഡ്മിനിസ്ട്രേഷൻ്റെ താക്കീതുണ്ടായിരുന്നു. തുരങ്ക നിർമ്മാണത്തിനായി കുഴിച്ചെടുത്ത മണ്ണ് വലിയ കൂമ്പാരം കൂട്ടി വെച്ചിരിക്കുന്നത് അത് മാറ്റണം എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. അത് കരാർ കമ്പനി അനുസരിച്ചില്ല. അപ്പോൾ അതിൽ ചാരിയായിരുന്നു ആദ്യ 2 ദിവസത്തെ പ്രതികരണങ്ങളെല്ലാം തന്നെ. അത് ആരുടെ പരാജയം? യഥാർത്ഥത്തിൽ ജില്ലാ ഭരണത്തിൻ്റെ പരാജയമാണ്, സംസ്ഥാന ഭരണത്തിൻ്റെ പരാജയമാണ്. അതെന്തുകൊണ്ട് കോടതിയിലേക്ക് അത് പോയില്ല? അപ്പോൾ അവിടെ ആ കമ്പനിയെ പ്രവർത്തിക്കാൻ അനുവദിക്കുകയും ആ മണ്ണ് കൂട്ടിയിടാൻ, ആ മണ്ണല്ല ഇപ്പോൾ ടാർപോളിനിട്ട് മൂടിയിരുന്ന ആ മണ്ണല്ല ഇത്രയും വലിയ ദുരന്തത്തിന് കലാശിച്ചത് എന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നു. എങ്കിൽ പോലും വലിയ പാളിച്ചകൾ പറ്റി. അപ്പോഴും പാളിച്ചകൾ പറ്റുമ്പോഴും അതും തൻ്റെ മുൻകാല ഗവൺമെൻറ്റുകളുടെ ചെയ്തിയെക്കുറിച്ചും അല്ലെങ്കിൽ ആ കരാർ കമ്പനിയെ ഏർപ്പെടുത്തിയതിനെക്കുറിച്ചും അങ്ങനെയൊക്കെയുള്ള വാദങ്ങളിലേക്ക് സമർത്ഥമായി തിരിച്ചുവിടാൻ VD സതീശന് കഴിയുന്നു. അപ്പോൾ ഇത് വിഴിഞ്ഞത്തിലാണെങ്കിലും തൻ്റെ മേലല്ല പാപക്കറകൾ, തൻ്റെ മുൻഗാമികളാണ് ഇതെല്ലാം ഒത്താശ പിടിച്ചത്, ചൂട്ടുപിടിച്ചത് മുഴുവൻ തൻ്റെ മുൻഗാമികളാണ് എന്ന് സമർത്ഥമായി വാദിച്ചു നിൽക്കാൻ VD സതീശന് കഴിയുന്നു. ദുരന്തത്തിൻ്റെ കാര്യത്തിലും തീർച്ചയായിട്ടും ദുരന്തം
LDFിൻ്റെയോ UDFിൻ്റെയോ മേൽ ചാർത്തി കൊടുക്കേണ്ടതല്ല. ദുരന്തം സംഭവിക്കുമ്പോൾ എങ്ങനെ ദുരന്ത നിവാരണ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധിയുടെ മുഖത്ത് എത്രത്തോളം സ്ഥൈര്യവും ധൈര്യവും കാട്ടുന്നു. പിണറായി വിജയന് രണ്ടാമത് മുഖ്യമന്ത്രി പദത്തിലെത്താൻ ജനം അനുവാദം കൊടുത്തത് കോവിഡ് കൈകാര്യം ചെയ്ത രീതി, അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭം 2018 ഒക്കെ വെള്ളപ്പൊക്കം കൈകാര്യം ചെയ്ത രീതി, അതിൽ കാട്ടിയ ഒരു നല്ല വൈഭവം, അതാണ് ഗവൺമെൻറ്റിനെ വീണ്ടും അധികാരത്തിലെത്തിച്ചത്. പിണറായി എന്ന വ്യക്തിയല്ല, പക്ഷേ VD സതീശൻ എന്ന വ്യക്തിക്ക് ഇപ്പോൾ അതേ അവസ്ഥ വന്നിരിക്കുകയാണ്. ഒരു ദുരന്തമുഖത്ത് താൻ എങ്ങനെ പെരുമാറും. അദ്ദേഹം ചെന്നു, 2 മന്ത്രിമാരുടെ പൂർണ്ണസമയ സാന്നിധ്യം ആ മേഖലയിലുണ്ട്, കൃത്യമായി മേൽനോട്ടം വഹിക്കുന്നു, പത്രക്കാരിൽ നിന്നും ഒന്നും മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നില്ല. ഹീസ് അവൈലബിൾ. ഹീസ് പുട്ടിങ് എ വെരി ബ്രേവ് ഫേസ്. ഇതാണ് ദുരന്തമുഖത്തെ മുഖ്യമന്ത്രിയുടെ ഒരു രീതിയെക്കുറിച്ച് പറയാനുള്ളത്. ഇനിയുള്ളത് PSC നിയമനങ്ങളാണ്. യഥാർത്ഥത്തിൽ ഒരു വലിയ രാവണൻ കോട്ട പോലെയാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. നമുക്കറിയാമല്ലോ, അവിടെ മെമ്പേഴ്സായി നിയമിക്കപ്പെടുന്ന ആളുകൾ ചിലരൊക്കെ വിഖ്യാതരായ ആളുകളുണ്ട്, നല്ല വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ആളുകളുണ്ട്. അതേസമയം തന്നെ ശരാശരി ട്രേഡ് യൂണിയൻ സംസ്കാരം മാത്രമുള്ള വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇല്ലാത്ത ആളുകളും PSC മെമ്പേഴ്സാകും. അത് അതിൻ്റെ പൊളിറ്റിക്കൽ സ്പ്രെഡാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ PSC ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം, സുതാര്യമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം, ആ ഒരു ലേബൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒന്നല്ല, അനവധി പരീക്ഷാ നടത്തിപ്പിൽ ഉണ്ടായതായി കരുതപ്പെടുന്ന ക്രമക്കേടുകളും സ്വജനപക്ഷപാതവും ഒന്നൊന്നായി വെളിയിൽ വരികയാണ്. അപ്പം അത് മുഖ്യമന്ത്രി കൃത്യമായി അത് മുൻഗാമികൾ, കാരണം നടത്തിയ PSC മെമ്പർമാരെ എല്ലാം മുൻകാലങ്ങളിൽ നടത്തിയ നിയമനങ്ങളാണ്, മുൻകാലങ്ങളിൽ എടുത്ത തീരുമാനങ്ങളാണ്, താൻ അധികാരത്തിൽ വരുന്നതിന് മുൻപ് എടുത്ത തീരുമാനങ്ങളാണ്, അന്ന് നടത്തിയ പരീക്ഷകളുടെ റാങ്ക് ലിസ്റ്റുകളാണ്. ചോദ്യം പോലും വാല്യൂ ചെയ്യാതെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന ഒരു മാന്ത്രിക വിദ്യ, ജാലവിദ്യ PSC കാട്ടുമ്പോൾ വിശ്വസ്തത എങ്ങനെ ഉറപ്പുവരുത്തും? ഈവൻ KAS എക്സാം പോലും എത്രത്തോളം വിശ്വാസയോഗ്യമായ രീതിയിലാണ് നടന്നത് എന്ന രീതിയിൽ ഇപ്പോൾ വലിയ സംശയങ്ങളാണ്. അന്ന് മിണ്ടാതിരുന്ന പലരും, നിരാശരായിരുന്ന PSCയുടെ പോക്ക് ശരിയല്ല എന്ന് ചിന്തിച്ചിരുന്നവർക്കും തെളിവുകളില്ലായിരുന്നു. ഇപ്പോൾ തെളിവുകളുടെ പെരുമഴക്കാലം വരുമ്പോൾ മുഖ്യമന്ത്രി മുന്നിൽ നിന്ന് ഇക്കാര്യം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ തലയിലേക്ക് അടിക്കുകയാണ്. അപ്പം എന്ത് വിഷയം വരുമ്പോഴും, ഞാൻ 3 വിഷയങ്ങൾ പറഞ്ഞു, എന്ത് വിഷയം വരുമ്പോഴും മുഖ്യമന്ത്രി തനിക്ക് നേരെ വരുന്ന കുരമ്പുകൾ എല്ലാം തന്നെ മുൻഗാമിയുടെ നേർക്ക്. അപ്പോൾ യഥാർത്ഥത്തിൽ ശ്രീ പിണറായി വിജയൻ വിചാരിക്കുന്നുണ്ടാവും താൻ ഏത് നിമിഷത്തിലാണ് പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റെടുക്കാൻ അവസരം വന്നത്. എപ്പോഴും അദ്ദേഹത്തിന് ഡിഫെൻഡ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ ശ്രീ VD സതീശന് കഴിയുന്നു. പക്ഷെ ഒരു കാര്യം കൂടെ ഓർക്കണം, VD സതീശൻ ആദ്യ ഏതാനും ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ ഒരു ഹണിമൂണിൻ്റെ ആലസ്യത്തിൽ, അല്ലെങ്കിൽ പുതിയ ഭരണം, പുതിയ ജനത, പുതിയ രീതികൾ, അതെല്ലാം ജനം പൊറുക്കും, മറക്കും. ഇപ്പോഴും പോപ്പുലാരിറ്റി ഗ്രാഫിൽ VD സതീശൻ്റെ പോപ്പുലാരിറ്റി ഗ്രാഫ് വളരെ ഉയർന്ന രീതിയിൽ, കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പങ്കെടുത്ത പല ടെലി ഡിബേറ്റ്സുകളിലും നടത്തിയ പോളിൽ, പൊതുജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ പ്രേക്ഷകർക്കിടയിൽ നടത്തിയ പോളിൽ VD സതീശന് ജനപ്രീതിയിൽ കാര്യമായ ഇടിവൊന്നും കാണുന്നില്ല. ഈ വിഷയങ്ങൾ, മേൽപ്പറഞ്ഞ വിഷയങ്ങളിലൊക്കെ തന്നെ VD സതീശൻ ഏതെങ്കിലും രീതിയിൽ ഇംപ്ലിക്കേറ്റഡ് ആകുന്നതായി ജനം കരുതുന്നില്ല. പക്ഷേ അത് ജനത്തിൻ്റെ കാര്യം. യഥാർത്ഥത്തിൽ നിയമത്തിൻ്റെ വഴി പോയെങ്കിലേ പറ്റൂ. താൻ തന്നെ ഇപ്പോൾ എടുക്കേണ്ട ചില തീരുമാനങ്ങൾ, ഇപ്പം നിയമനങ്ങളുടെ കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തിപരമായ ചില കാര്യങ്ങളാണ്. സംഘപരിവാർ ബന്ധമുള്ള ചിലരെ ചില പ്രത്യേക തസ്തികകളിൽ നിയമിക്കുമ്പോൾ വേണ്ട ആലോചനകൾ നടത്തിയോ, സ്വന്തം പാർട്ടിയോട്, സ്വന്തം മുന്നണിയോട് വേണ്ട ആലോചനകൾ നടത്തിയിട്ടാണോ നിയമനങ്ങൾ നടത്തുന്നത്? അപ്പോൾ ഒരു താൻ പ്രമാണിത്വം, താൻ പോരിമ, അല്ലെങ്കിൽ താനാണെല്ലാം എന്ന രീതിയിൽ നടത്തുന്ന പല നീക്കങ്ങളും, അത് ഇപ്പോൾ ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിയും UDFും അതിനോടൊപ്പം നിൽക്കും. പക്ഷേ വെൻ ദ ഗോയിങ് ഗെറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, ഓൺലി ദ ടഫ് ക്യാൻ ഗെറ്റ് ഗോയിങ്. VD സതീശൻ ഇസ് എ ടഫ് ഗായ്, ഹി ക്യാൻ ഗെറ്റ് ഗോയിങ്, ഓൾ റൈറ്റ്. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ സമ്മർദ്ദമുണ്ടാകുമ്പോൾ VD സതീശൻ്റെ ചിറകുകൾക്കും ഖനമുണ്ടാകും, താഴേക്ക് വരും. അവിടെ ഈ വാഗ്ധോരണി മാത്രം പോരാതെ വന്നേക്കാം. ഇപ്പോൾ ഒന്നാന്തരമായി നല്ല വക്കീലാണ്, നല്ല അഭിഭാഷകനാണ്, നല്ല വാഗ്ധോരണിയുണ്ട്, നല്ല റെറ്ററിക്കലാണ് അദ്ദേഹത്തിൻ്റെ രീതികളെല്ലാം. പ്രഭാഷണങ്ങളായിക്കൊള്ളട്ടെ, പത്രസമ്മേളനങ്ങളിലെ വാദപ്രതിവാദങ്ങളായിക്കൊള്ളട്ടെ, അദ്ദേഹത്തിൻ്റെ തർക്കങ്ങളായിക്കൊള്ളട്ടെ, എല്ലാം തന്നെ കുറുക്കിക്കൊള്ളുന്ന പ്രയോഗങ്ങളാണ്. പക്ഷേ
വസ്തുതാപരമായ കണ്ടന്റ് കൂടി അതോടൊപ്പം ചേർത്ത് ആധികാരിക നൽകുന്നതിൽ ചിലപ്പോഴെങ്കിലും വി.ഡി. സതീശൻ പരാജയപ്പെടുന്നുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കുക. ഒരു ഏർലി വാർണിംഗ് ആണ്. എവാക്സ് എന്ന് പറഞ്ഞല്ലേ, ഏർലി വാർണിംഗ് സിസ്റ്റമാണ്. ഒരു ഗവൺമെൻറ് സുഗമമായി പോകണം എന്ന് തന്നെയാണ് മഹാഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നത്. അവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഗവൺമെൻറ്റാണ്. പക്ഷേ തിരുത്തൽ വേണ്ട ഇടങ്ങളിൽ തിരുത്തൽ വേണം. വഴങ്ങലുകൾ ചിലത് നടത്തിയിട്ടുണ്ട്. വി.ഡി. സതീശൻ തുറന്നു പറയാൻ കഴിയണം. അതാണ് എൻ്റെ അഭിപ്രായം. കേരള ജനതയോട് തുറന്നു പറയാൻ കഴിയണം. ബ്ലൂ ഇക്കോണമി ഈസ് എ റിയാലിറ്റി, ബ്ലൂ ഇക്കോണമി ഈസ് എ നെസസിറ്റി. പക്ഷേ ബ്ലൂ ഇക്കോണമിയുടെ പിന്നിൽ എനിക്ക് മറച്ചു വയ്ക്കാനൊന്നുമില്ല. വിഴിഞ്ഞം ബ്ലൂ ഇക്കോണമിയുടെ ഭാഗമാണ്. എല്ലാ വിമാനത്താവളങ്ങളും, എല്ലാ കപ്പൽ ശാലകളും, എല്ലാ തുറമുഖങ്ങളും ബ്ലൂ ഇക്കോണമിയുടെ കണക്ടിവിറ്റിയുടെ ഭാഗമാണ്. അവിടെ നിന്നും ഇൻകം ജനറേറ്റ് ചെയ്യണം. കേരളത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടണം. കരിമണൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എനിക്ക് മറക്കാനൊന്നുമില്ല. പൊതുമേഖലയിലാകണം, സുതാര്യമാകണം, ഖനനം നടക്കണം, വിപണനം നടക്കണം, ഖജനാവിൽ പണം എത്തണം. കേന്ദ്രവുമായി ചില നീക്കുപോക്ക് ഞാൻ ചെയ്യും എന്ന് പറയാനുള്ള ആർജവം വി.ഡി. സതീശൻ കാട്ടണം. PMCയുടെ കാര്യത്തിൽ ഉൾപ്പെടെ ഇടതുപക്ഷം അത് ഒപ്പിട്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾ തുടരുന്നതേ ഉള്ളൂ എന്നത് ഇടതുപക്ഷത്തിന്റെ നയങ്ങൾ നടപ്പാക്കാൻ വേണ്ടി അല്ല ജനം UDF-നെ അധികാരത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇടതുപക്ഷം ഒപ്പിട്ട് പോയല്ലോ, ഞങ്ങൾ ഇനി എന്ത് ചെയ്യും, നടപ്പാക്കിയല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് പറയുന്നത് മുട്ടാത്തർക്കമാണ്. തൽക്കാലത്തേക്ക് വാദത്തിൽ ജയിക്കാമെന്നല്ലാതെ ചില തുറന്നു പറച്ചിലുകൾ, ധവളപത്രം ഇറക്കിയുള്ള തുറന്നു പറച്ചിലല്ല വേണ്ടത്. കേരള സമൂഹത്തോടായി ശ്രീ വി.ഡി. സതീശൻ പറയേണ്ട ചില ധനകാര്യമന്ത്രി എന്ന നിലയിൽ, തുറമുഖമന്ത്രി എന്ന നിലയിൽ, നിയമമന്ത്രി എന്ന നിലയിൽ, മുഖ്യമന്ത്രി എന്ന നിലയിൽ 4 ഡയമെൻഷനിലാണ്. വളരെ നിർണായകമാണ്. 4 ഡയമെൻഷനാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഒരിക്കൽ പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാർ മുൻപ് പിണറായി വിജയൻ 29 വകുപ്പുകൾ കൈവശം വെച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അതൊന്നും തന്നെ ആ രീതിയിൽ പിണറായി വിജയൻ്റെ സ്വകാര്യ എംപയർ ആയിരുന്നു എന്ന് പറയുന്നതും ശരിയല്ലല്ലോ. അപ്പോൾ വി.ഡി. സതീശൻ ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന 4 പ്രധാനപ്പെട്ട വകുപ്പുകളിൽ 3 വകുപ്പുകൾ, അത് മുഖ്യമന്ത്രിക്ക് പൊതുഭരണത്തിന് പുറമെ വെക്കുന്ന നിയമവകുപ്പിൽ നിയമനങ്ങൾ ഉൾപ്പെടെ കാര്യങ്ങൾ, വക്കീലുമാരുടെ നിയമനങ്ങൾ ഉൾപ്പെടെ, അറ്റോർണി നിയമനം ഉൾപ്പെടെ വിവാദത്തിലായി. തുറമുഖ വകുപ്പ് എന്തുകൊണ്ട് വി.ഡി. സതീശൻ കൈകാര്യം ചെയ്യുന്നുവെന്ന് ചോദിച്ചാൽ അത് ന്യായമാണ്. ബ്ലൂ ഇക്കോണമി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, അദ്ദേഹത്തെ ദർശനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തുറമുഖം കയ്യിൽ ഉണ്ടാവണം, നല്ലതാണ്. വിഴിഞ്ഞം ഉൾപ്പെടെ. 3 ധനകാര്യമാണ്. ഇതിൻ്റെ എല്ലാം ഹബ്ബാണ് ധനകാര്യം. അത് മുഖ്യമന്ത്രി തന്നെ നിർവഹിക്കുമ്പോൾ അതിലൊരു ചാരുതയുണ്ട്, ദിശാബോധമുണ്ട്. ആ ദിശാബോധം നൽകാൻ തന്നെ അനുവദിക്കൂ. ഇതാണ് യാഥാർത്ഥ്യങ്ങൾ. ധവളപത്രത്തിന് പുറമെ ഇന്ന കാര്യങ്ങൾ കേന്ദ്രവുമായി ചിലത് സന്ധി ചെയ്യേണ്ടി വരും, നിങ്ങൾ അതുകൊണ്ട് എന്നെ സംഖ്യയാക്കരുത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഡീസൻറ്റ് കളിക്കുകയും എനിക്ക് യാതൊരു ബന്ധവുമില്ല, എനിക്ക് കേന്ദ്രവുമായി ഇത് അഡ്ജസ്റ്റ്മെൻ്റ് വിഷയമല്ല, ഇത് കേരള ജനതയ്ക്ക് വേണ്ടിയാണെന്ന് തൻ്റെ സ്വതസിദ്ധമായ വാഗ്ധോരണി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും അടുത്ത തലമുറകൾക്ക് വേണ്ടിയും ഞാനിതാ ചെയ്യുന്നു, നിങ്ങളുടെ അനുഗ്രഹം തന്നാലും എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള അനുഗ്രഹമേ ഉള്ളൂ. കേരള മക്കൾ അത്ര ക്രൂരന്മാരൊന്നുമല്ല. അവർക്ക് യാഥാർത്ഥ്യ ബോധമുണ്ടാകും. രാഷ്ട്രീയ തിമിരം ബാധിച്ചവരല്ല എല്ലാവരും. അപ്പോൾ അന്തംഗമികളും കൊങ്ങികളും സംഖികളും ഒക്കെ ഉണ്ടാകാം. അവർക്ക് പല പേരുകളാണ് ഇങ്ങനെ നമ്മൾ തമാശയ്ക്ക് വിളിക്കുന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ കേരള ജനത കേരളത്തെ ഒരു ട്രാക്കിലാക്കാൻ വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അതിന് മറച്ചുവയ്ക്കലുകളല്ല ആവശ്യം, മുൻഗാമികളെ കുറ്റപ്പെടുത്തലുകളല്ല ആവശ്യം, തുറന്നു പറച്ചിലുകളാണ് ആവശ്യം എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി അവസാനിപ്പിക്കട്ടെ. നമസ്കാരം.